UAE-യിൽ സർക്കാർ ജീവനക്കാർക്ക് 4-ഉം സ്വകാര്യ ജീവനക്കാർക്ക് 3 ദിവസത്തെ ഈദ് അവധി. ഫെഡറൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് ഈദ് ഉൽ ഫിത്തർ അവധി വരുന്ന മാർച്ച് 19 വ്യാഴാഴ്ച ആരംഭിച്ച് 22 ഞായറാഴ്ച വരെ തുടരും. സ്വകാര്യ മേഖലയ്ക്ക് അവധി മാർച്ച് 19 വ്യാഴാഴ്ച മുതൽ 21 ശനിയാഴ്ച വരെയായിരിക്കും. ഇറാനിൽ യുദ്ധത്തിനൊരുങ്ങി അമേരിക്ക. P-8A പോസിഡോൺ എന്നറിയപ്പെടുന്ന സായുധ US സമുദ്ര പെട്രോളിംഗ് ജെറ്റ് ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തിനും ഹോർമുസ് കടലിടുക്കിനും സമീപം വട്ടമിട്ട് പറക്കുന്നതായി സൈനിക വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്നലെ പുലർച്ചെ ഷെയ്ഖ് ഈസ എയർബേസിൽ നിന്ന് പറന്നുയർന്ന പെട്രോളിംഗ് ജെറ്റ് ഹോർമുസ് കടലിടുക്കും ഒമാൻ ഉൾക്കടലും സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയതായാണ് റിപ്പോർട്ട്. US പ്രസിഡന്റ് ട്രംപിന്റെ ഉടൻ ആണവ കരാർ അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ എന്ന മുന്നറിയിപ്പിനിടെയുള്ള അമേരിക്കയുടെ പെട്രോളിംഗ് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ, പാട്രിയറ്റ് മിസൈൽ ബാറ്ററികൾ, ഹെവി ലിഫ്റ്റ് വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ US സേനയുടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വൻതോതിലുള്ള വിന്യാസവും സംഘർഷ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അബുദാബിയിൽ വൻ തീപിടുത്തം. അൽ മുസൂൻ ഭാഗത്തുള്ള വെയർ ഹൗസിലാണ് ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായത്. പോലീസും സിവിൽ ഡിഫൻസ് അതോറിറ്റിയും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായിരുന്ന ജലീൽ രാമന്തള്ളി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദീർഘകാലം ഗൾഫ് ചന്ദ്രിക അബുദാബി ബ്യൂറോ ചീഫായിരുന്ന ജലീൽ രാമന്തള്ളി പ്രവാസ ലോകത്തെ കലാ സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്നു. ദുബായിൽ മലയാളി ബാലൻ അന്തരിച്ചു. കൊല്ലം സ്വദേശികളായ ബിനോയ് റോഷ്നി ദമ്പതികളുടെ മകൻ ജോയൽ ബിനോയാണ് മരിച്ചത്. 11 വയസ്സായിരുന്നു. ദുബായ് ഇന്ത്യൻ സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. അനധികൃത സംഭാവന 5 ലക്ഷം ദിർഹം വരെ പിഴ. ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി സംഭാവനകൾ പിരിക്കുന്നവരിൽ നിന്നാണ് 5 ലക്ഷം ദിർഹം വരെ പിഴ ഈടാക്കുന്നത്. സംഭാവനകൾ നൽകുന്നതിന് മുമ്പ് ഔദ്യോഗിക സർക്കാർ അംഗീകൃത വെബ്സൈറ്റുകൾ, പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി സംഘടനകളുടെ നിയമസാധുത പരിശോധിക്കണമെന്നും പൊതുജനങ്ങൾക്ക് നൽകിയ ബോധവൽക്കരണ മാർഗനിർദ്ദേശത്തിൽ അബുദാബി ജുഡീഷ്യൽ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ പള്ളിയിൽ ഇന്നലെ 50,000-ഓളം പലസ്തീൻ വിശ്വാസികൾ ഇഷ, റംദാൻ, തറാവീഹ് നമസ്കാരം നിർവഹിച്ചു. ഇസ്രായേലി സൈനിക ചെക്ക് പോസ്റ്റുകളും പള്ളിയുടെ കവാടങ്ങളിൽ കർശനമായ തിരിച്ചറിയൽ പരിശോധനകളും ഉണ്ടായിരുന്നിട്ടും ജനക്കൂട്ടം തടിച്ചുകൂടിയതായി ജെറുസലേം ഗവർണറേറ്റ് അറിയിച്ചു. വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങളും ഇസ്രായേൽ സൈന്യത്തിന്റെ റെയ്ഡുകളും അറസ്റ്റുകളും ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് പുണ്യമാസം പലസ്തീനികൾ ആചരിക്കുന്നത്.